ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മിമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ 5 മണിക്ക് ഞാൻ എഴുതിച്ച് രാവിലെ ചായ കുടിച്ചതിന് ശേഷം ചമ്മന്തി അരച്ചു, മീൻ കറി വെച്ചു. മീൻ കറിക്കുള്ളത് അരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചാള മീനാണ് എനിക്ക് ഇന്നലെ വാങ്ങിച്ചത്. അപ്പോൾ ചാള നമുക്ക് പച്ചയ്ക്ക് അരച്ച് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനിനെ അരച്ച് അടുപ്പിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് ബീട്രൂട്ട് തോരൻ വെച്ചു. ചോറ് അവിടെ തിളച്ചുകൊണ്ട് കിടക്കുകയാണ്. അത് പെട്ടെന്ന് വേവാനാണ് മുകളിലൊരു ചരുവം വെച്ചേക്കുന്നത്. അതിൽ നിറയെ വെള്ളവും വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മീൻ കുറച്ച് വറുക്കാനായിട്ട് മീൻ പുരട്ടി വെച്ചായിരുന്നു. മുളകും എല്ലാം കൂടെ ഇട്ട് പുരട്ടി വെച്ച് അരപ്പ് മസാല എല്ലാം പുരട്ടി വെച്ചു. മീൻ തിളച്ച് വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ഇത്തിരി എണ്ണ തെളിഞ്ഞ് വരും. അതിനാണ് അത്. പിന്നെ രാവിലത്തേക്ക് ചമ്മന്തി നേരത്തെ അരച്ച് വെച്ചു. പിന്നെ ദോശയാണ് ഉണ്ടാക്കിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ രസം ഞാനൊരു പുതിയ തരത്തിൽ ഇന്ന് എന്തായാലും തന്നെ ഇങ്ങനെ ഈ വറുത്തൊന്നും വെക്കാതെ ഇത്രയും 3 ഐറ്റം ചതച്ച് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് അതിട്ടില്ല. അതുകൊണ്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം മീൻ പൊരിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് മറ്റേത് പുളി പിഴിഞ്ഞ് ആദ്യം വെള്ളം എടുക്കണം. അതിൻ്റെ വെള്ളം എടുത്തതിന് ശേഷം സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആയിരുന്നാലും കുഴപ്പമില്ല. ചെറിയ ഉള്ളിയാണ് നല്ലത്. ചെറിയ ഉള്ളിയും പിന്നെ ജീരകവും വെളുത്തുള്ളിയും കൂടെ ഇട്ടൊന്ന് ചതച്ച് പുളി വെള്ളത്തിൽ ഒഴിക്കണം. എന്നിട്ട് തക്കാളി അതിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഈ രീതിക്കൊന്ന് രസം വെച്ച് നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ തക്കാളി അതിലരിഞ്ഞിട്ട് കുറച്ച് പച്ചമുളക്, എരിക്ക് ആവശ്യത്തിനായ പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് കലക്കി ഉപ്പിട്ട് കലക്കി കുറച്ച് ഒരു കട്ടക്കായ പൊടിക്കായ ഉണ്ടെങ്കിൽ അതിടാം, കട്ടക്കായ ഉണ്ടെങ്കിൽ അതിടാം. അതും ഇട്ട് നല്ല തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം കുറച്ച് തിള വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിലത് നല്ല തിളയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കടുക് താളിക്കാനായിട്ട് വയ്ക്കണം. അപ്പോൾ കടുക് താളിക്കാനായിട്ട് എന്ന് വെച്ചാൽ രസത്തിനും കടുക് താളിക്കണം. അതിന് മുന്നായിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി ഉടച്ചൊക്കെ ഇട്ടു. രാവിലെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ തീരും. അങ്ങനെ രസം നല്ല തിളച്ച് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ കടുക് താളിച്ച് അപ്പോഴാണ് രസത്തിൽ ഒഴിച്ചു, മീനിലും ഒഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ മെനു. അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെ തന്നെ. ബായ്.